കേരളത്തിൻ്റെ പരമ്പരാഗത കളരിപ്പയറ്റിൻ്റെ ഒരു ശാഖയാണ് CVN കളരി. ഇന്ത്യക്ക് അകത്തും പുറത്തുമായി കളരിപ്പയറ്റ് എന്ന ആയോധന കലയെ വളർത്തിക്കൊണ്ടുവന്ന ഒരു മഹാപ്രസ്ഥാനം കൂടിയാണ് CVN കളരി. ഇന്നത്തെ എപ്പിസോഡിൽ CVN കളരി എന്ന പ്രസ്ഥാനത്തെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മഹത് വ്യക്തികളെക്കുറിച്ച് നമുക്കറിയാം. ഏവർക്കും കളരി വിദ്യ എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം ശിവകുമാർ. ഇന്ന് CVN കളരി എന്ന ഒരു പ്രസ്ഥാനത്തെ കുറിച്ച് അറിയാനാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് ഗുരുക്കളെ ഈ CVN കളരി എന്ന് പറയുന്നതിന്റെ പൂർണ്ണരൂപം? CVN കളരി എന്ന് പറയുന്നത് CV നാരായണൻ നായർ അല്ലെങ്കിൽ ചമ്പാടൻ വീട്ടിൽ നാരായണൻ നായർ എന്ന ഗുരുക്കളുടെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ പ്രയത്നങ്ങളുടെ ഒരു നിലനിൽക്കുന്ന ഒരു സ്മാരകമായിട്ട് നമുക്ക് വേണമെങ്കിൽ തന്നെ എടുക്കാം. ആ പേരും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പോൾ ഉള്ള കളരികളെല്ലാം തന്നെ. അത് CV നാരായണൻ നായർ എന്ന് പറയുന്ന അദ്ദേഹം ചമ്പാടൻ വീട്ടിലാണ് ജനിക്കുന്നത്. അതായത് നമ്മുടെ തലശ്ശേരി വടകര അവിടെ ഒരു തിരുവങ്ങാട് ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിനടുത്താണ്. ഞാൻ ആ അമ്പലത്തിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ചമ്പാടൻ വീട്ടിലും പോയിട്ടുണ്ട്. അവിടെ ഒരു സ്മാരകമൊക്കെ അവർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിനടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കളരിയുള്ളത്, CVNൻ്റെ ആദ്യത്തെ കളരി. CV നാരായണൻ നായർ ജനിക്കുന്നത് 1905 1944, ഏകദേശം 39 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വകർമ്മമെല്ലാം ചെയ്ത് കഴിഞ്ഞ് തിരിച്ചുപോയി, അല്ലെങ്കിൽ മരിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷേ ആ ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ കളരിപ്പയറ്റ് പ്രസ്ഥാനത്തിന് ചെയ്യേണ്ടിയിരുന്നതെല്ലാം തന്നെ അദ്ദേഹം ചെയ്തിട്ടാണ് മടങ്ങിയത്. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് CVN എന്ന് പറഞ്ഞപ്പോൾ ഞാനും ശിവകുമാറും അല്ലെങ്കിൽ നമ്മുടെ കളരിയിലെ ഓരോരുത്തർക്ക് അഭിമാനപൂർവ്വം നമുക്ക് പുറത്തിറങ്ങി പറയാം, ഞാൻ CVNൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹം നൽകിയൊരു സംഭാവനയാണ് കേരളത്തിൽ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പുത്തൂർ അധികാരിയായിരുന്നു. അന്നത്തെ ഈ ലാൻഡ് ലോഡ്സ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ. അപ്പോൾ അത്യാവശ്യം നല്ല ജീവിത സാഹചര്യങ്ങൾ വളർന്ന ഒരാളാണ്. അപ്പോൾ ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹത്തിന് പല സ്പോർട്സ് ഫീൽഡുകൾ, ചിത്രകലയിലും അതുപോലെ ഇതിനകത്ത് ടെന്നീസിലും ഫുട്ബോളിലും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ തന്നെ കളരിപ്പയറ്റിനെ കുറിച്ച് അദ്ദേഹം അറിയുകയും അതിനോട് താല്പര്യം കാണിക്കുകയും ചെയ്തു. അതൊരു നിമിത്തമാവുകയും അദ്ദേഹം കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കളുടെ ശിഷ്യനാവുകയും ചെയ്യുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ 14-ാമത്തെ വയസ്സിലാണ് കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കളുടെ ശിഷ്യനാവുന്നത്. CVNനെ കുറിച്ച് നമ്മൾ എപ്പോൾ പറഞ്ഞാലും കണാരൻ ഗുരുക്കളെ പറയാതെ നമുക്ക് അതിലോട്ട് പോകാൻ പറ്റില്ല. കാരണം ഗുരു ഇല്ലാതൊരു ശിഷ്യനില്ല. അപ്പോൾ കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കൾ എന്ന് പറയുന്നത് ഒരു ആലങ്കാരികതയായിട്ട് നമുക്ക് പറയാം. കളരിപ്പയറ്റിൻ്റെ ഭീഷ്മാചാര്യർ എന്നൊക്കെ പറയാം. കാരണം കളരിപ്പയറ്റ് നമ്മൾ മുന്നേ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിരുന്നു പല സമ്പ്രദായങ്ങളെ പറ്റിയൊക്കെ. ആ സമ്പ്രദായങ്ങളിൽ വിഭജിച്ച് കിടന്നൊരു കളരിപ്പയറ്റിനെ ഒരു ഏകീകരിച്ച രൂപം ഉണ്ടാക്കുന്നതിന് വളരെ സുപ്രധാന പങ്ക് വഹിച്ച ആളാണ് കോട്ടയ്ക്കൽ കണാരൻ ഗുരുക്കൾ. അദ്ദേഹത്തിൻ്റെ ജീവിതരേഖയൊന്നും കൃത്യമായിട്ട് നമുക്ക് റെക്കോർഡിക്കലി ഒരു സാധനം അവൈലബിൾ അല്ല. അപ്പോൾ പറഞ്ഞു കേട്ടതും വായ്മൊഴിയായി നമ്മൾ കേട്ടതുമൊക്കെ നമുക്കറിയാവും. നമ്മുടെ ദേശങ്ങളായിട്ട് പണ്ട് പിരിഞ്ഞു കിടന്ന കേരളത്തിൽ കടത്തനാട് ഉള്ള കോട്ടയ്ക്കൽ എന്നുള്ളൊരു സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചതായിട്ട്. അതുകൊണ്ടാണ് കോട്ടയ്ക്കൽ കണാരൻ എന്നുള്ളൊരു പേര് വരുന്നത്. അദ്ദേഹം ഒരു തീയ സമുദായക്കാരനായിരുന്നു. അപ്പം അന്നത്തെ ജാതി വ്യവസ്ഥയൊക്കെ വളരെ പ്രബലമായി ഉണ്ടായിരുന്ന കേരളത്തിൽ വളരെയധികം സഞ്ചരിച്ചാണ് അദ്ദേഹം ഈ കളരിപ്പയറ്റിൻ്റെ പല രീതികൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിനൊരു ഗൃഹസ്ഥനല്ലായിരുന്നു, വിവാഹിതനല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായ സ്ഥലത്ത് അദ്ദേഹം താമസിച്ചതായിട്ടും അറിവില്ല. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. പഠിക്കാൻ വേണ്ടി സഞ്ചരിച്ചു, പിന്നെ കളരിപ്പയറ്റ് പ്രചരിപ്പിക്കാൻ വേണ്ടി സഞ്ചരിച്ചു. പഠിച്ചതിന് ശേഷം അദ്ദേഹം ഒരു അഭ്യാസിയായി എന്ന് ഒരു തോന്നൽ വന്നതിന് ശേഷം തിരിച്ച് സ്വന്തം നാട്ടിലെത്തി. ഈ കടത്തനാട്ട് രാജാവിനെ കണ്ട് സ്വന്തമായി കളരി സ്ഥാപിക്കാൻ അദ്ദേഹം ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന മികച്ച ഗുരുക്കന്മാരെ കാട്ടിലൊക്കെ അദ്ദേഹത്തിന് ഒരു കളരി നടത്താനുള്ള എല്ലാ വിദ്യയും ഹൃദിസ്ഥനാക്കിയ ആളാണ്. പക്ഷേ അന്നത്തെ ഈ അദ്ദേഹത്തിൻ്റെ സമുദായവും ഒക്കെ കാരണം അദ്ദേഹത്തിന് അവിടെ സാധിച്ചില്ല, അതിനൊരു അനുവാദം ലഭിച്ചില്ല. അങ്ങനെയാണ് അദ്ദേഹം തിരിച്ച് നമ്മുടെ മലനാട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഇവിടെ വന്ന് കണ്ണൂർ, തലശ്ശേരി, വടകര ഭാഗത്തൊക്കെ വന്ന് കളരി തുടങ്ങി
പരിശീലനം ആരംഭിക്കുന്നത്. ആ സമയത്താണ് സി വി നാരായണ ഗുരുക്കളുടെ ശിഷ്യൻ സി വി നാരായണ ഗുരുക്കൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവുന്നത്. ആ കൂട്ടത്തിൽ തന്നെ സഞ്ജയൻ, കവി സഞ്ജയൻ, പരങ്ങാശ്ശേരി നാരായണൻ നായർ, അങ്ങനെ കുറച്ച് പ്രഗത്ഭന്മാരൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ കളരിയിൽ ഇറങ്ങിയവരാണ്. ആ സമയത്ത് തിരുവങ്ങാടുള്ള കളരിയിൽ, ആ ഒരു സ്ഥലത്ത് അദ്ദേഹം സ്ഥാപിച്ച കളരിയിലെ ശിഷ്യന്മാരായിരുന്നു. പിന്നെ അദ്ദേഹം ചെയ്തത്, എനിക്ക് തോന്നുന്നു അദ്ദേഹം പുത്തൂർ അധികാരിയായിരുന്നല്ലോ സി വി നാരായണ ഗുരുക്കളുടെ അച്ഛൻ. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യപ്രകാരം വീടിനോട് ചേർന്നൊരു കളരി സ്ഥാപിച്ചു. അന്ന് നായർ സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലേക്കൊന്നും തന്നെ തീയ സമുദായത്തിൽ ഒരാൾക്ക് വരാനോ സാധിക്കാനോ പറ്റാത്തൊരു കാലഘട്ടം. എന്നിട്ട് പോലും ആ ജാതി വ്യവസ്ഥകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഒരു കളരി അവിടെ തുടങ്ങുകയും സി വി നാരായണ ഗുരുക്കളുടെ നിർബന്ധപ്രകാരം അദ്ദേഹം അവിടെ താമസിച്ച് കളരി പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ എനിക്കൊന്ന് 70-ാമത്തെ വയസ്സിലൊക്കെയാണ് സി വി നാരായണ ഗുരുക്കളെ കണാരൻ ഗുരുക്കൾ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ കീഴിൽ വിവിധ സമ്പ്രദായങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി ക്രോഡീകരിച്ച രീതിയിലാണ് സി വി നാരായണ ഗുരുക്കളെ പഠിപ്പിച്ചത്. അദ്ദേഹത്തെ പോലൊരു ശിഷ്യൻ മറ്റൊരാൾ എനിക്ക് തോന്നുന്നു കണാരൻ ഗുരുക്കൾ കൊണ്ടുവന്ന സംശയമാണ്. കാരണം അത്രയും കാലഘട്ടം അദ്ദേഹം പഠിപ്പിച്ചെങ്കിലും ആ ഇത് റെപ്രസെന്റ് ചെയ്യാൻ ഈ പറഞ്ഞ നിമിത്തം എന്ന് പറയുന്നത് പോലെ ആയിരിക്കാം. അതുകൊണ്ടാണ് CVN എന്ന് പറയുന്നൊരു പ്രസ്ഥാനം നമുക്ക് കിട്ടിയത്. ആദ്യം സി വി നാരായണ ഗുരുക്കളും അദ്ദേഹത്തിന്റെ സഹപാഠികൾ, അദ്ദേഹത്തിന്റെ അനുജൻ സി വി ബാലൻ നായർ, അവരെല്ലാവരും, സഞ്ജയൻ, ഇവരെല്ലാവരും മുൻകൈ എടുത്ത് കേരള കളരി സംഘം എന്ന് പറഞ്ഞാണ് ഒരു കളരിപ്പയറ്റ് പ്രസ്ഥാനം രൂപീകരിക്കുന്നത്. ആ സമയത്തൊക്കെ തന്നെയും കളരിപ്പയറ്റ് ഒരു പ്രദർശന കലയല്ല. എങ്ങനെയാണോ നമ്മൾ ഒരു മാർഷൽ ആർട്ട് പഠിച്ച, അതായത് കളരികളൊക്കെ പണ്ട് ഒരു ആർമി റിക്രൂട്ടിംഗ് സെന്റേഴ്സ് പോലെ പ്രവർത്തിച്ചിരുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. യുദ്ധത്തിന് വേണ്ടിയുള്ള സമ്പ്രദായങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം. അതിനപ്പുറത്തേക്ക് അത് കാഴ്ചപ്പയറ്റൊക്കെ പണ്ടും ഉണ്ടായിരുന്നെങ്കിലും അതിനെ ആ തരത്തിലൊരു കാഴ്ചപ്പയറ്റായിട്ട് ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന രീതിയില്ല. അപ്പോൾ അങ്ങനെ ഒരു തരത്തിലേക്ക് ഇതിനെ മാറ്റി എടുത്തത് സി വി നാരായണ ഗുരുക്കളും സംഘവുമാണ്. അത് അവർ കേരളത്തിനകത്തും പുറത്തുമൊക്കെ പ്രദർശിപ്പിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കൊച്ചി മഹാറാണി വീരശ്രീ പട്ടം നൽകി ആദരിക്കുന്നപ്പോഴാണ്. അങ്ങനെയാണ് അദ്ദേഹം വീരശ്രീ സി വി നാരായണൻ നായരാകുന്നത്. പിന്നെ കൊളംബോയിൽ അദ്ദേഹം നടത്തിയൊരു പ്രദർശനം, അത് ലോക ശ്രദ്ധ, കാരണം ഇന്ത്യ വിട്ട് പുറത്ത് പോയി അങ്ങനൊരു പ്രദർശനം ചെയ്യുന്ന ഒരു ആദ്യ വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അത് കളരിപ്പയറ്റിന് വലിയൊരു ശ്രദ്ധ കൊണ്ടുവന്നു. അത് യുവജനങ്ങൾക്കിടയിൽ വളരെ സ്വാധീനം കൊണ്ടുവന്നു. ഇങ്ങനെയൊക്കെ ഇത് ചെയ്യാം. പിന്നെ അദ്ദേഹത്തിന്റെ ചില സ്വന്തമായ ശൈലിയാണ് ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ ബോൾ കിക്കൊക്കെ. ഉയരത്തിലൊരു പന്ത് കെട്ടിയിട്ട് അടിച്ചു കാണിക്കുക, ഒരാൾക്ക് എത്രത്തോളം ഹൈറ്റിൽ ചാടാൻ പറ്റുമെന്നൊക്കെ. അതൊക്കെ പുള്ളിയുടെ ഒരു കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിന്റെ ഒരു ഭാവനയിലുണ്ടായ സാധനങ്ങളാണ്. അതൊക്കെ ഇന്ന് നിലനിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇന്ന് ചാമ്പ്യൻഷിപ്പിൽ ഒരു പ്രധാന ഭാഗമാണത്. അപ്പോൾ അത്രയും ദീർഘവീക്ഷണവും അത്രയും ചിന്തിച്ചിരുന്ന ഒരാളുമാണ് അദ്ദേഹം. CVN എന്ന് പറയുന്നത് ആ ഒരു ഫ്രാഞ്ചൈസിയായി മാറിയ ഒരു കഥയാണിത് ശരിക്കും. അതിനുശേഷം പിന്നെ ഉള്ള കളരികളൊക്കെ അതിനുശേഷം വന്നതാണ്. അതുപോലെ ഈ തലശ്ശേരിയിൽ സ്ഥാപിതമായ CVN കളരി എങ്ങനെയാണ് നമ്മുടെ തലസ്ഥാനമായ തിരുവനന്തപുരത്തേക്ക് വന്നത്? തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിന് ഒരു കലാപാരമ്പര്യം സൃഷ്ടിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു കായിക പാരമ്പര്യം സൃഷ്ടിച്ച് നൽകുന്നതിന് ഗോതവർമ്മ തിരുമേനി, ഗോതവർമ്മ രാജ, അദ്ദേഹം GV രാജ, അദ്ദേഹമാണ് അതിന് പ്രധാന മുൻകൈ എടുത്തതും. ഇന്ന് നാം കാണുന്ന GV രാജ സ്റ്റേഡിയം അതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു സ്പോർട്സിന് പ്രാധാന്യം കൊടുക്കണമെന്ന് മനസ്സിൽ കണ്ടപ്പോൾ തന്നെ കളരിപ്പയറ്റിനെ ഇതിൻ്റെ ഭാഗമാക്കണമെന്ന് അന്ന് മുതൽ തന്നെ ചിന്തിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് CV നാരായണൻ നായരുടെ മകൻ, മൂത്ത മകൻ CV ഗോവിന്ദകുട്ടി നായർ ഗുരുക്കൾ, അത് നമ്മുടെ രാമചന്ദ്ര ഗുരുക്കളുടെ ഗുരു, അദ്ദേഹത്തെ തലശ്ശേരിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഇദ്ദേഹത്തെ നിർദ്ദേശപ്രകാരം, ഗോതവർമ്മ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം കളരി തുടങ്ങുന്നു. അന്ന് കളരിപ്പയറ്റ് എന്ന് പറയുന്നൊരു വാക്ക് പോലും തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ നമ്മുടെ ഈ തെക്കൻ തിരുവിതാംകൂറിലോ നിലവിലുണ്ടോ അല്ലെങ്കിൽ പ്രചാരത്തിലുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ്. കാരണം അതൊരു മോശമായ കാര്യമൊന്നുമല്ല. തെക്കൻ തിരുവിതാംകൂറിൽ ഇങ്ങോട്ട് വളരെ ശക്തമായ ഒരു കായിക പാരമ്പര്യം അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ ശരീരത്തിൻ്റെ സംരക്ഷണ പാരമ്പര്യം എന്ന് പറയുന്ന രീതിയിൽ പറയുന്നതാണ് എനിക്ക് കുറച്ചുകൂടി താല്പര്യം. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് പക്ഷേ അറിയപ്പെട്ടിരുന്നത് അടിമുറ, സിലമ്പം, കുത്തുവാരിശി അങ്ങനെയൊക്കെ പറയുന്ന പല പേരുകളിലാണ്. ഈ പറഞ്ഞ കളരിപ്പയറ്റിൻ്റെ മറ്റുള്ള സമ്പ്രദായങ്ങൾ പോലെ വിഭജിച്ചിരുന്നൊരു സാധനം അതിനെ പിന്നീട് തെക്കൻ കളരിപ്പയറ്റ് സമ്പ്രദായമായിട്ട് മാറിയതാണ്. അപ്പോൾ
വടക്കൻ കളരി നമ്മുടെ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു സിലബസ് ഉണ്ട്. സിലബസ് എന്ന് പറയുന്നത് അതിൻ്റെ കൃത്യമായ ഒരു അടുക്കും ചിട്ടയും ഉണ്ട്. അതെവിടെ പഠിപ്പിക്കണം, എങ്ങനെ പഠിപ്പിക്കണം, ഏത് രീതിയിലാണ് നമ്മളത് അഭ്യാസക്രമം പഠിപ്പിച്ചു കൊണ്ടുവരേണ്ടത്, അതൊക്കെ ഒരു ഒരു പുതിയൊരു നമ്മളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ബാക്കി എല്ലാവരും വരാറില്ല. അതുപോലെ കളരിപ്പയറ്റ് പ്രസ്ഥാനം തന്നെ ഇതിനോടൊപ്പം വളരുകയാണ് ചെയ്തത്. 1958 നമ്മുടെ കളരിപ്പയറ്റ് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ രൂപീകരിക്കുന്നത്. അതിൻ്റെ സ്ഥാപക സെക്രട്ടറി നമ്മുടെ ഗോവിന്ദൻകുട്ടി ഗുരുക്കളായിരുന്നു. അതിൻ്റെയൊക്കെ മുൻകൈ എടുത്തത് ഗോതവർമ്മ രാജയാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് കളരിപ്പയറ്റിനെ പഠിപ്പിക്കാൻ ആദ്യം ഇവിടെ എനിക്ക് തോന്നുന്നു കുട്ടികളെ കിട്ടാൻ തന്നെ അത്യാവശ്യം ബുദ്ധിമുട്ടായിരുന്നു. കാരണം അന്ന് കളരിപ്പയറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളരിപ്പയറ്റ് പഠിക്കുന്ന ആൾക്കാർ ഒരു അക്രമവാസന ഉണ്ടാവും എന്നുള്ളൊരു തെറ്റിദ്ധാരണ പൊതുവെ ഇവിടെ ഉള്ള ആൾക്കാർക്കുണ്ട്. വടക്കൻ നാട്ടിൽ അതില്ല. കാരണം അത് അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്, ജീവിതചര്യയുടെ ഭാഗമാണ്. എനിക്കൊന്ന് നമ്മളെ ആയുർവേദത്തിൽ പറയുമ്പോൾ പോലും ദിനചര്യ, ഋതുചര്യ എന്നൊക്കെ പറയും. അതായത് എന്നും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നും ചെയ്യേണ്ട കാര്യങ്ങളിൽ വ്യായാമവും ദേഹത്ത് എണ്ണ തേച്ച് വ്യായാമം ചെയ്യണമെന്ന് ആയുർവേദത്തിൽ കൃത്യമായി നിഷ്കർഷിക്കുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് വടക്കൻ കളരി ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. തെക്കൻ കളരിയിൽ നമ്മൾ കണ്ടു വളർന്ന രീതി, അതായത് ആ ഒരു കാലഘട്ടത്തിൽ അവർ കണ്ടു വളർന്നത് അഭ്യാസികളുടെ സ്വഭാവവും മറ്റും വെച്ചാണ് അവർ ഇതിനെ അളന്നത്. അപ്പോൾ അവർ വിചാരിച്ചു ഈ കളരിപ്പയറ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊരു അക്രമവാസന ഉണ്ടാവും, മനസ്സിനകത്ത് വേറൊരു രീതിയിലാണ് അതിനകത്തൊരു മാറ്റം വരുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കാലക്രമേണ അത് മാറ്റിയെടുക്കാൻ ഗുരുക്കൾക്കായി. കളരി വരുന്ന ഒരാൾക്ക് ഈ ഞാനിപ്പോൾ പറഞ്ഞില്ലേ, CVN കളരിയിൽ വരുന്ന ഒരാൾ എന്ന് നമുക്ക് പുറത്തു പോയി പറയുമ്പോൾ അയാൾ മറ്റുള്ളവർക്ക് ഒരു മോഡലാവുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ജനസമ്മതനായിരിക്കുക, ഉപകരിച്ചില്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുക, ആ ഒരു രീതിയിലെങ്കിലും കളരിപ്പയറ്റ് അഭ്യാസിക്കാൻ മാറാൻ പറ്റണം എന്നുള്ളൊരു രീതി കൊണ്ടുവന്നത് CVN കളരിയുടെ ഒരു അച്ചടക്കവും രീതിയും ഒക്കെ തിരുവനന്തപുരത്തുകാർക്ക് പരിചിതമായപ്പോഴാണ്. പിന്നെ ഒരു ചികിത്സാ സമ്പ്രദായം. ചികിത്സ എന്ന് പറയുന്നത് അതിനും ഒരു വ്യക്തമായ ഒരു രൂപരേഖയുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഓരോരോ കണ്ടീഷൻസിനെ ചികിത്സിക്കേണ്ടത്. അതൊക്കെ വടക്കൻ കളരി ഇന്ന് നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് അല്ലെങ്കിൽ നമുക്ക് തെക്കൻ തിരുവിതാംകൂർക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഗോവിന്ദൻകുട്ടി ഗുരുക്കളാണ് ഈ പറഞ്ഞ കളരിപ്പയറ്റിനെ ഒരു ശക്തമായ ഒരു ഏകീകരണം കൊണ്ടുവന്നത്. ഏകീകരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ കളരിപ്പയറ്റ് അസോസിയേഷൻ രൂപീകരിച്ച സമയത്ത് തെക്കൻ കളരിയും അന്നുണ്ടായിരുന്ന നിലവിലുള്ള എല്ലാ സമ്പ്രദായങ്ങൾക്കും അവസരം കൊടുത്ത് അതിനൊരു രൂപരേഖ ഉണ്ടാക്കി ഒരു അസോസിയേഷൻ്റെ ഭാഗമാക്കി. പിൽക്കാലത്ത് അതിനകത്ത് പല തർക്കങ്ങളും ഉണ്ടാവുകയും അതിനുശേഷം അത് ഒരു അടിസ്ഥാനം ഉണ്ടാകുമ്പോഴാണല്ലോ അതിൻ്റെ മേളിൽ എന്തെങ്കിലും നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റുന്നത്. പിന്നെ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ അച്ചീവ്മെൻറ്റ്സും അതിനുശേഷം പൂന്തറ സോമൻചേരനെ പോലുള്ള അദ്ദേഹം സംഗുരുക്കൾ, അദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ കഠിനമായി പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന കളരിപ്പയറ്റ് അസോസിയേഷനും അതിന് കിട്ടുന്ന അംഗീകാരങ്ങളും ഒക്കെ. അടിസ്ഥാനം ഗോതവർമ്മ തിരുമേനി ഇന്ന് വന്ന് നമ്മൾ ഈ കാണുന്ന ഒരു ദീർഘവീക്ഷണമുള്ള ഓരോ ആൾക്കാർ ഓരോ പ്രസ്ഥാനം തുടങ്ങുമ്പോഴത്തേക്ക് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്ക് പിന്നെ പ്രവർത്തിക്കുന്നവർക്ക് അതൊരു ഊർജ്ജമാണ്. അത് ഈ നിലയിൽ ഉയർന്നു വന്നു എന്ന് മാത്രം. അതുപോലെ ഈ മാധവമഠം CVN കളരി, അതിനെക്കുറിച്ചൊന്ന്. മാധവമഠം CVN കളരി എന്ന് പറയുന്നത് ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി രാമചന്ദ്രൻ ഗുരുക്കൾ ഇട്ടൊരു പേരാണ്. കാരണം CVN എന്ന് പറയുന്നത് ഒരു സ്കൂൾ ഓഫ് തോട്ട് പോലെ, നമ്മളിപ്പോൾ ശിവാനന്ദ യോഗ എന്നൊക്കെ പറയുന്ന പോലെ ആയ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കളരിപ്പയറ്റ് അസോസിയേഷൻ വരുന്നു. അസോസിയേഷനിൽ പല പല കളരികൾ ഉണ്ടാകുന്നു, പുതിയ പുതിയ കളരികൾ സ്ഥാപിതമാകുന്നു. അപ്പോൾ കളരികൾക്ക് ഒരു ഐഡന്റിറ്റി CVN എന്ന് പറയുന്നത് മാത്രമാവരുത് എന്നുള്ളൊരു ആവശ്യകത വന്നു പിൽക്കാലത്ത്. കാരണം CVN കളരി എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർഫോമൻസിൽ പോകുമ്പോൾ ഏത് CVN കളരിയാണെന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതിനൊരു മൂല്യം ഉണ്ടല്ലോ. ആ മൂല്യം ഓരോരുത്തരും CVNൽ വരുന്ന ഓരോരുത്തരും നാളെ നിങ്ങളൊരു കളരി തുടങ്ങുമ്പോൾ CVN എന്ന് പറഞ്ഞ പേര് വയ്ക്കുന്നതിലല്ല, അതിൻ്റെ മൂല്യം നമ്മൾ എത്രത്തോളം ഉയർത്തിപ്പിടിക്കുന്നുണ്ടാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ അമ്മയെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചൊരു പ്രസ്ഥാനത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമുക്കൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമായതുകൊണ്ട് ഗുരുക്കൾ അതിനെ മാധവമഠം CVN കളരി എന്നൊരു പേര് കൊടുത്തതാണ്. രാമചന്ദ്ര ഗുരുക്കളെ പറയുമ്പോഴാണല്ലോ നമുക്ക് CVN കളരി, മാധവമഠം, CVN കളരിയെ പറ്റി പറയേണ്ടി വരുന്നത്. ഗുരുക്കള് രാമചന്ദ്രൻ ഗുരുക്കള് ജനിച്ചത് കൊല്ലങ്കോടാണ്. അതായത് നമ്മുടെ കന്യാകുമാരി ജില്ലയിലുള്ള കൊല്ലങ്കോട്. അദ്ദേഹം 1941 ജനിക്കുന്നത്. ജനിച്ച സ്ഥലം തെക്കൻ തിരുവിതാംകൂർ. അതിൻ്റെ പ്രബലമായ നാടാർ സമുദായത്തിലുള്ള പല അഭ്യാസികളും ആ കാലഘട്ടത്തുണ്ട്.
മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആൾക്ക് ഗുരുക്കളെ തെക്കൻ കളരി പഠിപ്പിച്ച പ്രധാനികളിൽ ഒരാളാണ് ശാലിയാശൻ. അദ്ദേഹം കൊല്ലങ്കോടിനടുത്ത് തന്നെ ഒരു ചെറിയൊരു ഗ്രാമമുണ്ട്, നമ്പാളി എന്നാണ് ആ സ്ഥലത്തെ പേര്. അദ്ദേഹം ഈ തെക്കൻ തിരുവിതാംകൂറിലും പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ നിലനിന്നിരുന്നൊരു സമ്പ്രദായമാണ് ഈ തടവട്ടം എന്ന് പറയുന്നത്. തടവട്ടം ഒരു പ്രദർശന കലയാണ്. അതായത് നമ്മൾ ഈ തലയിൽ തേങ്ങ വെച്ചിട്ട് വടി കൊണ്ട് അടിച്ചു പൊട്ടിക്കുക, അതുപോലെ വയറിലോ കഴുത്തിലോ ഒക്കെ വെള്ളരിക്ക വെച്ചിട്ട് മുറിച്ച് കാണിക്കുക. ഇതൊക്കെ ഒരു അഭ്യാസ പ്രകടനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാഴ്ചക്കാരിൽ അത്ഭുതം ഉളവാക്കുന്ന ഒരു സാധനമാണ്. അതൊക്കെ ഗുരുക്കളെ പഠിപ്പിച്ചത് ഈ ശാലിയാശനാണ്. ഗുരുക്കൾ അവിടെ ജനിച്ചത് കൊണ്ട് ഉള്ളൊരു അദ്ദേഹത്തിന് കിട്ടിയൊരു അധികമായ ഒരു അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയുന്നത്, അദ്ദേഹത്തിന് ഇതുപോലുള്ള പല ആൾക്കാരെയും പരിചയപ്പെടുന്ന, അവരുടെ കീഴിൽ കൂടെ പഠിക്കാനും അത് മതഗുണ സീവിയൻ കളരിയിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാനും അത് കൂടെ ചേർത്ത് അദ്ദേഹത്തിന് പ്രദർശനങ്ങളും അല്ലാതെ പഠിപ്പിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. വടക്കൻ കളരി സിവിയൻ കളരിയാണ് ഈ പറയുന്ന അധിഷ്ഠാനം. അത് അടിസ്ഥാനം എന്ന് പറയാൻ കാരണം അതിന് ഈ കളരിപ്പയറ്റ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ശരീരത്തിന് ഉണ്ടാകുന്നൊരു മാറ്റം, അല്ലെങ്കിൽ ശരീരത്തിന് മനസ്സിന് രണ്ടാമത് ഉണ്ടാകുന്നൊരു മാറ്റം, ആദ്യം ശരീരത്തിന് പിന്നെ മനസ്സിന്. അപ്പോൾ നമ്മളീ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളൊരു മെയ്ത്താരി പഠിക്കുന്നു, ആദ്യം മെയ്യഭ്യാസങ്ങളെല്ലാം പഠിച്ച് ശരീരത്തെ ചിട്ടപ്പെടുത്തിയതിന് ശേഷമാണ് ആയുധാഭ്യാസം പഠിപ്പിക്കുന്നത്. അപ്പോൾ ആയുധാഭ്യാസത്തിൽ തന്നെ ആദ്യം വടി കൊണ്ട്, അല്ലെങ്കിൽ വടി കൊണ്ടുള്ള ആയുധങ്ങൾ, പിന്നെ ഈ ലോഹം കൊണ്ടുള്ള ആയുധങ്ങൾ, അത് കഴിഞ്ഞിട്ട് പിന്നെ വെറും കൈ പ്രയോഗം. ഈ രീതിയിലാണ് വടക്കൻ കളരിയുടെ ഒരു ചിട്ട. തെക്കൻ കളരിയിൽ അങ്ങനെ ഒരു ചിട്ട കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അത് കുറച്ചുകൂടെ ഒരു സെൽഫ് ഡിഫൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു. ഈ തെക്കൻ കളരിയിലും ഈ ആയുധാഭ്യാസം ഉണ്ട്. ആയുധാഭ്യാസം രണ്ട് സമ്പ്രദായത്തിലുമുണ്ട്. ഈ രണ്ട് സമ്പ്രദായങ്ങളും മനുഷ്യനുണ്ടാക്കിയതാണ്. നമുക്കതിന് ഒരു മിത്തോളജിക്കൽ സ്റ്റോറി നമ്മൾ മനസ്സിൽ കാണുന്നുണ്ടെങ്കിലും അതൊരു ഭയവും ഭക്തിക്കും വേണ്ടിയാണ്. പ്രായോഗിക തലത്തിൽ രണ്ട് മാർഷൽ ആർട്സും, ഏത് മാർഷൽ ആർട്സും, ലോകത്ത് നിന്നുണ്ടായിട്ടുള്ള എല്ലാ മാർഷൽ ആർട്സും സെൽഫ് ഡിഫെൻസിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതിനകത്ത് മര്യാദ പാലിച്ചുകൊണ്ടുള്ള യുദ്ധ സമ്പ്രദായങ്ങളുമുണ്ട്, മര്യാദ ഇല്ലാത്ത യുദ്ധ സമ്പ്രദായങ്ങളുമുണ്ട്. ഇപ്പോൾ മര്യാദ പാലിച്ചുള്ള യുദ്ധ സമ്പ്രദായമാണ് വടക്കോട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പഴശ്ശിരാജയുടെ കാലഘട്ടത്തിൽ വന്നപ്പോഴത്തേക്ക് 1805 കളരിപ്പയറ്റ് ബാൻ ചെയ്യാനൊരു കാരണം തന്നെ അദ്ദേഹത്തിന്റെ ഈ കോതയത്ത് യുദ്ധമാണ്. ആ സമയത്ത് അദ്ദേഹം ഒളിപ്പോരാണ് നടത്തിയത്. കാരണം നിലനിൽപ്പെന്ന് പറയുന്നത് മനുഷ്യന്റെ ആവശ്യമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ മര്യാദയാണോ, എന്താണ് മര്യാദയെന്ന് നമ്മൾ ആപേക്ഷികമാണ്. അത് ചിന്തിക്കുന്ന ആളുടെ വശത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് അയാളുടെ ഭാഗത്ത് ശരിയാണെന്ന് തോന്നുന്നു നമുക്ക്. അപ്പോൾ തെക്കൻ കളരി സമ്പ്രദായങ്ങളെല്ലാം തന്നെ സെൽഫ് ഡിഫെൻസ് ഓറിയന്റഡ് ആണ്. അവർക്ക് അങ്ങനെ ഒരു ഡിസിപ്ലിൻ പാലിക്കണമെന്ന് ആ സമയത്ത് ചോദിച്ച് ചിലപ്പോൾ വേണ്ടി വരില്ലായിരിക്കും. കളരി വേണോ, കളരി കെട്ടണോ, കുഴിക്കണോ, കുഴിക്കളരി വേണോ എന്നുള്ളതൊന്നും. പക്ഷെ വടക്കൻ കളരി അത് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു അടിസ്ഥാനം കിട്ടിയത്. പഠിപ്പിക്കുന്നതിന് കൃത്യമായൊരു രീതിയുണ്ട്. ഈ പറഞ്ഞ പോലെ മെയ്യഭ്യാസം കഴിഞ്ഞ് നമ്മൾ ആയുധാഭ്യാസം പഠിപ്പിക്കുക. ആയുധാഭ്യാസം കഴിഞ്ഞ് ഒരു മനസ്സിന് പിന്നെ ഒരു പക്വത വന്ന ഒരാളെ മാത്രമേ വെറും കൈ പ്രയോഗങ്ങളും മർമ്മങ്ങളും പഠിപ്പിക്കുകയുള്ളൂ. മർമ്മം പഠിപ്പിക്കുന്നതിനൊപ്പം മർമ്മ ചികിത്സയും പഠിപ്പിക്കുന്നു. അതൊരു കൃത്യമായൊരു കാഴ്ചപ്പാടിന്റെ ഭാഗമാണ്. കാരണം മർമ്മ ചികിത്സകനാവുന്ന ഒരാൾക്ക് മറ്റുള്ള ഒരാളുടെ, അല്ലെങ്കിൽ ഒരു അഭിഘാതം സംഭവിക്കുന്ന ഒരാളുടെ വേദന അറിയാനുള്ളൊരു മനസ്സുണ്ടാവണം, ആ വേദനയെ പരിഹരിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. ആ ഒരു മനസ്സുള്ള ഒരാൾ മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കാൻ അല്പം മടിക്കും. അതുകൊണ്ടാണ് ഗുരുക്കൾ എന്ന് പറയുന്നൊരു വാക്കിന് സമൂഹത്തിൽ ഒരു വിലയുണ്ടാകുന്നത്. അദ്ദേഹം ഒരു ചികിത്സകനായി പരിണമിക്കുന്നിടത്താണ്, അല്ലാതെ ഒരു അഭ്യാസിയായി പരിണമിക്കുന്ന ഒരാൾക്ക് 10 ആൾക്കാർ കൂടുമ്പോൾ ബഹുമാനം കിട്ടുമായിരിക്കും. പക്ഷെ ഒരു സമൂഹത്തിൽ നമുക്ക് ബഹുമാനം കിട്ടണമെന്നില്ല. അത് അദ്ദേഹത്തിന്റെ അഭ്യാസ ബലം കൊണ്ടോ ആയുധബലം കൊണ്ടോ കിട്ടുന്നതല്ല. അദ്ദേഹം സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഈ ഒരു ചികിത്സ എന്ന് പറയുന്ന ഒരു പൊതുസേവനത്തിന് കിട്ടുന്നൊരു ബഹുമാനമാണ്. മാതമണ സിവിയൻ കളരിയിൽ ഗുരുക്കള് സിവിയൻ കളരിയായിട്ട് തന്നെയാണ് ആദ്യം സ്ഥാപിക്കുന്നത്. അതായത് നമ്മുടെ ഗോവിന്ദകുട്ടി ഗുരുക്കളുടെ കീഴിൽ അദ്ദേഹം പഠിച്ച് ആദ്യമായി കളരി തുടങ്ങുന്ന കൊല്ലംകോടാണ്. കളരി വടക്കൻ കളരിക്ക് ഒരു സമ്പ്രദായമാണ്, ഞാൻ ഈ പറഞ്ഞില്ലേ. നമ്മൾ ആദ്യമായി ഒരു കളരി തുടങ്ങുന്നത് ഗുരുക്കളുടെ അനുഭവത്തോടുകൂടി. ഗുരുക്കളാണ് ആ പ്രതിഷ്ഠ നടത്തി ശിഷ്യനെ കളരി കൈമാറുന്നത്. അത് ഗുരുക്കളുടെ അവകാശമാണ്. ഗുരുക്കളുടെ കളരി അദ്ദേഹം ശിഷ്യനെ കൈമാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ആദ്യം കൊല്ലംകോട് കളരി തുടങ്ങുന്നു. അത് കഴിഞ്ഞതിന് ശേഷം, അത് എനിക്കൊന്ന് 1968-69 കാലഘട്ടത്തിലാണ് കൊല്ലംകോട് കളരി തുടങ്ങുന്നത്. 74 ആയപ്പോഴാണ് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പിന്നെ ഒരു ബ്രാഞ്ച് ഗുരുക്കൾ ആരംഭിക്കുന്നത്. പിന്നെ നമ്മുടെ പാപ്പനംകോട് കളരിയാണ്, അത് തുടർന്നു കൊണ്ടുപോകുന്നു. അതിനോടൊപ്പം തന്നെ കൊല്ലംകോടും നമുക്ക് ആറന്മുളയും
കോയമ്പത്തൂരൊക്കെ പല പല കാലഘട്ടങ്ങളിൽ ഗുരുകുല കളരി തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ന് പല ആൾക്കാരിലൂടെ നിലനിന്ന് പോകുന്നു. ഈ മാധവമഠം CVN കളരി തുടങ്ങിയത് മുതൽ അതൊരു എളുപ്പമുള്ളൊരു രീതിയല്ല. കാരണം തെക്കൻ തിരുവിതാംകൂറിൽ ഇത്രയും ഈ കാഴ്ചപ്പാടിന്റെ പ്രശ്നം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇവിടുന്ന് ഒരാളെ പഠിപ്പിക്കാൻ ഗോവിന്ദഗുരു ഗുരുക്കൾ കാണിച്ചൊരു മനസ്സും പഠിക്കാൻ ഗുരുക്കളെടുത്ത എഫേർട്ടും വളരെ വലുതാണ്. ഗുരുക്കൾ എന്നോട് മാത്രമല്ല, കളരിയുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിനോട് സ്നേഹവും അദ്ദേഹം അടുപ്പമുള്ള പലരോടും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിട്ട് അദ്ദേഹം കണ്ടിട്ടുള്ളത് CV ബാലൻ നായർ ഗുരുക്കളെ പരിചയപ്പെട്ടതാണെന്ന്. അത് നമ്മുടെ CV നാരായണൻ ഗുരുക്കളുടെ അനുജൻ CV ബാലൻ നായർ. അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത് ചിത്രകലയുടെ പേരിലാണ്. ചിത്രകാരനായിരുന്നു. സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം തലശ്ശേരിയിൽ അദ്ദേഹം രൂപീകരിച്ചിരുന്നു. അദ്ദേഹമാണ് ഈ കേരള കളരി സംഘം എന്ന് പറഞ്ഞ് CV നാരായണൻ ഗുരുക്കൾ സ്ഥാപിച്ച കളരിയെ CVN കളരിയായിട്ട് മാറ്റുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ കൂടെ കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് പിൽക്കാലത്ത് വന്ന CVN കളരികളെല്ലാം സ്ഥാപിതമായത്. അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് ഗുരുക്കളെ പരിചയപ്പെടുന്നു. പറഞ്ഞാൽ ഗുരുക്കളുടെ സഹായിയായിട്ട്, നമ്മുടെ രാമചന്ദ്ര ഗുരുക്കളുടെ സഹായിയായിട്ട് CV ഗുരുക്കളുടെ ഫാമിലിയുടെ ഒരു ആവശ്യമായിട്ട് വന്നപ്പോൾ സഹായിക്കാൻ കുറച്ചു കാലം നിൽക്കുന്നു. അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് രാമചന്ദ്ര ഗുരുക്കളോട് ഒന്ന് തലശ്ശേരിയിൽ സമയമുള്ളപ്പോൾ ഒന്ന് വന്ന് നിൽക്കുക, കുറച്ച് നാൾ എൻ്റെ കൂടെ വന്ന് നിൽക്കുക, ചില കാര്യങ്ങൾ പഠിപ്പിക്കാമെന്ന് പറയുന്നു. ഇദ്ദേഹം കുറേ കാലത്തിന് ശേഷം അങ്ങോട്ടേക്ക് പോയി ഒരു 2-3 മാസം അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. ആ സമയത്ത് ചികിത്സയിൽ അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഗുരുക്കളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന്. അദ്ദേഹം പ്രശസ്തനായൊരു ചികിത്സകനായിരുന്നു. അദ്ദേഹം കളരിയിൽ പിന്നെ പിൽക്കാലത്ത് അധികം പയറ്റ് പഠിപ്പിക്കുന്നതിൽ ഇൻവോൾവ് ചെയ്തിട്ടില്ല പല ഗുരുക്കൾ. പക്ഷെ ചികിത്സയിലാണ് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ചികിത്സകളൊക്കെ പഠിച്ചതും പിന്നെ അദ്ദേഹത്തിന് കുറേ അധികം ചികിത്സാനുഭവങ്ങൾ കിട്ടുകയും അത് തൻ്റെ പിന്നിലുള്ള ചികിത്സയിലൊക്കെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത് ഗുരുക്കൾക്ക് ഒരു സിദ്ധ പാരമ്പര്യമുണ്ട്. അതും ഈ തെക്കൻ തിരുവിതാംകൂറിന്റെ മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പാരമ്പര്യമാണ്. രസവൈദ്യം അറിഞ്ഞവൻ രാജവൈദ്യൻ, അല്ലെങ്കിൽ രസവൈദ്യം അറിഞ്ഞവനെ വൈദ്യനാവുമെന്നാണ് ഒരു പഴഞ്ചൊല്ല്. അതായത് മെർക്കുറി എന്ന് നമ്മൾ പറയുന്ന ഒരു സാധനത്തെ മരുന്നായിട്ട് ഉപയോഗിക്കുന്ന രീതിയുണ്ട്. അത് ആയുർവേദത്തിലുണ്ട്, സിദ്ധയിലുണ്ട്. സിദ്ധയിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതി തമിഴ്നാട് ഭാഗത്തു നിന്നാണ് ഗുരുക്കൾ പഠിച്ചത്. അപ്പോൾ അത് ചികിത്സയുടെ കൂടെ ചേർക്കാൻ, നമ്മൾ മർമ്മ ചികിത്സ കൂടാതെ മറ്റൊരു ചികിത്സാ രീതിയായിട്ട് അദ്ദേഹം തുടർന്നു കൊണ്ടുപോയിരുന്നു. അതുകൊണ്ടാണ് പിന്നെ എനിക്ക് പഠിക്കുന്ന BAMS ആയുർവേദം കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്പെഷ്യാലിറ്റിയെക്കുറിച്ച് ഒരു MD ചെയ്യാൻ, സൂപ്പർ സ്പെഷ്യാലിറ്റിയെ കുറിച്ച് ചിന്തിച്ചപ്പോൾ 2 ആഗ്രഹങ്ങളായിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ശല്യതന്ത്രം, അതായത് ഈ ഒടിവ്, ചതവ്, ഇതിനെ ചികിത്സിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇല്ലെങ്കിൽ രസശാസ്ത്രം. ഇത് രണ്ടായിരുന്നു മനസ്സിൽ. എനിക്ക് മറ്റേത് കിട്ടിയില്ല. നമ്മൾ റാങ്ക് അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മറ്റേത് കിട്ടിയില്ല. ശല്യതന്ത്രം കിട്ടാത്തതുകൊണ്ട് ഞാൻ രസശാസ്ത്രമാണ് പഠിച്ചത്. അത് പഠിച്ചപ്പോഴാണ് കൂടുതൽ ഇതിനെക്കുറിച്ച് നമുക്ക് ആധികാരികമായിട്ട് അറിയാനും അതിനെ നമ്മൾ വിശകലനം ചെയ്ത് പഠിക്കാനും ഒക്കെ നമുക്ക് പറ്റി. എങ്ങനെയാണത്, ഏത് തരത്തിൽ നമുക്ക് ഇനിയുള്ള കാലത്ത് അത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുപോകാം, എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ ഗുരുക്കളിൽ തുടങ്ങി വെച്ചൊരു കോൺട്രിബ്യൂഷൻ കളരിപ്പാരിന് അപ്പുറത്തേക്ക് എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ഗുരുക്കളെ, നമ്മുടെ കളരിയിൽ ഇപ്പൊ അഭ്യസിച്ച് വരുന്ന സമ്പ്രദായം അത് ഏതാണ്? തെക്കൻ കളരിയുടേതാണോ അതോ വടക്കൻ കളരിയുടേതാണോ? മിശ്രിതം? ഇല്ല, നമ്മള് മിശ്രിതം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളിപ്പോ നമ്മുടെ കളരിയിൽ അഭ്യസിപ്പിക്കുന്ന രീതി വടക്കൻ സമ്പ്രദായമാണ്. വടക്കൻ സമ്പ്രദായത്തിൽ തന്നെ മുമ്പ് നമ്മൾ ചർച്ചയിൽ പറഞ്ഞ പോലെ പല പല സമ്പ്രദായങ്ങളുണ്ടെങ്കിലും പിന്നെ പ്രചാരത്തിൽ ആദ്യകാലങ്ങളിൽ ദ്രോണംപള്ളി, കോരംപള്ളി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നെ പ്രചാരത്തിൽ വരുമ്പോൾ നമ്മൾ എഴുത്ത് അല്ലെങ്കിൽ നമ്മളെ ഈ താളിയോല ഗ്രന്ഥങ്ങൾ വായ്മൊഴിയായിട്ട് കിട്ടിയ അറിവേ നമുക്കുള്ളൂ ഇപ്പോൾ. അല്ലാതെ ഒരു ആധികാരികമായ കളരിപ്പയറ്റിൻ്റെ ഒരു ഗ്രന്ഥം നമ്മുടെ മുന്നിലില്ല. മദ്രാസ് മാനുസ്ക്രിപ്റ്റ് ലൈബ്രറി പുറത്തിറക്കിയ രംഗാഭ്യാസം, മല്ലയുദ്ധം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ബുക്സ് ഉണ്ട്. അതിനകത്തൊക്കെ വായ്ത്താരികളാണുള്ളത്. വായ്ത്താരികൾ മണിപ്രവാള ഭാഷയിൽ എഴുതിയിരിക്കുന്ന കുറച്ച് വായ്ത്താരികൾ. അതിനകത്ത് ഉള്ള പലതും തന്നെ നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ശീലിക്കുന്ന പല പയറ്റുമായിട്ടും നമുക്കതിനെ ഡയറക്റ്റ് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ ഈ അറപ്പക്കൈ,
പിള്ളത്താങ്ങി, പിന്നെ പട്ടയത്തിരിപ്പ്. ഈ 3 സമ്പ്രദായമാണ് ഇപ്പോൾ നിലനിൽക്കുന്ന കളരിപ്പയറ്റിൻ്റെ, വടക്കൻ കളരിപ്പയറ്റിൽ പ്രത്യേകിച്ചും എടുത്തു പറയാൻ പറ്റുന്ന 3 സമ്പ്രദായങ്ങൾ. അതിനകത്ത് നമ്മുടെ കളരിയിൽ നമ്മളിപ്പോൾ ശീലിക്കുന്നത് അറപ്പക്കൈ എന്ന് പറയുന്ന സമ്പ്രദായമാണ്. അറപ്പെന്ന് പറയുന്നത് ഓരോ പയറ്റിനും ഓരോ സീക്വൻസ് എന്നുള്ള രീതിയിൽ. കൈ എന്ന് പറയുന്നത് നമ്മുടെ അഭ്യാസ ബലം എന്നുള്ള അർത്ഥത്തിലാണ് കൈ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പം അതിനാണ് ഈ കൃത്യമായ ഒരു ഈ ഞാൻ മുന്നേ സംസാരിച്ച രീതിയിലൊരു സിലബസ് ഉള്ളത്. അതായത് മെയ്ത്താരി, കോൽത്താരി, അങ്കത്താരി, വെറും കൈ, ഈ രീതിയിൽ തന്നെയാണ് അത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കാഴ്ചപ്പാട് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ, ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ സീവിങ് കളരി നമ്മൾ പഠിപ്പിക്കുന്ന രീതി അറപ്പക്കൈയായിട്ട് തോന്നും. പക്ഷേ പിള്ളത്താങ്ങി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൈ നെഞ്ചിലെടുത്ത് മുന്നോട്ടും മുമ്പോട്ടും പിന്നോട്ടും ഒക്കെ മാറുന്ന രീതി, വലിഞ്ഞമർന്നൊക്കെ നമ്മൾ കയറി ചെയ്യുന്ന പോലുള്ള രീതി, അത് നോക്കുമ്പോൾ അത് നമ്മുടെ കളരിയിലുണ്ട്. അത് കൈകുത്തിപ്പയറ്റായിട്ടും മറ്റൊരു സമ്പ്രദായം, കുട്ടികളെ നമ്മൾ എടുക്കുമല്ലോ, കയ്യിൽ ഇങ്ങനെ എടുക്കുന്ന പോലെ പിള്ളത്താങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഉള്ള രീതിയും പിന്നെ ഒരുപാട് ആചാര കൈകളൊക്കെ പറയുന്നുണ്ട് അതിനകത്ത്. അതൊന്നും നമ്മുടെ കളരിയിൽ ഇപ്പം നമ്മളങ്ങനെ ഉപയോഗിക്കുന്നില്ല. അതായത് വന്ദന കൈയെന്നും തേറ്റ കൈയെന്നും ഒക്കെ പറഞ്ഞ കുറേ കൈകളുണ്ട്. അതായത് കൈയിൻ്റെ ചില പ്രയോഗങ്ങൾ, അതിന് ആചാര കൈകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആ രീതിയിലുള്ള പ്രയോഗങ്ങളുള്ളതാണ് ഈ പിള്ളത്താങ്ങി എന്ന് പറയുന്ന സമ്പ്രദായം. അതിൻ്റെ കുറേ സാധനങ്ങളും നമ്മുടെ സീവിയൻ കളരിയിൽ നമ്മളിപ്പോൾ പഠിപ്പിക്കുന്ന സമ്പ്രദായത്തിൽ കാണാം. പിന്നെ ഉള്ളത് പട്ടയത്തിരിപ്പാണ്. പട്ടയത്തിരിപ്പ് എന്ന് പറയുന്നത് വട്ടയിൽ എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ള തിരിയുന്ന രീതി, അല്ലെങ്കിൽ എല്ലാ മൂവ്മെൻറ്റുകളും ഒരു സർക്കിളായിട്ട് ഫോം ചെയ്യുന്ന രീതി. ഇതാണ് വട്ടയത്തിരിപ്പ് എന്ന് പറയുന്ന സമ്പ്രദായത്തിൻ്റെ ഒരു പ്രത്യേകത. അതിനകത്ത് മെയ്പ്പയറ്റുണ്ട്. പക്ഷേ അതിനകത്ത് അധികമായി ഉള്ളത് ഈ ചാട്ടങ്ങളാണ്, മലക്കങ്ങൾ കളരിയിൽ നമ്മൾ ചെയ്യാറുണ്ട്, നമ്മുടെ കളരിയിൽ നമ്മൾ പരിശീലിപ്പിക്കാറുണ്ട്. എന്നാൽ പട്ടയത്തിരിപ്പ് മാത്രമായി ശ്രദ്ധിക്കുന്ന പല കളരികൾ ഇന്നും നിലവിലുണ്ട്, പയ്യന്നൂർ ഭാഗത്തൊക്കെ ഉണ്ട്. അതിനകത്തൊക്കെ കൂടുതലും ഈ നമ്മുടെ എയർ ക്ലിപ്പുകളുണ്ടല്ലോ, അത് കൂടുതലായിട്ട് അത് ചെയ്യിപ്പിക്കുക. അപ്പോൾ കളരിയുടെ ഭാഗമായിട്ട് തന്നെ ഒരു ഏരിയ ഒരു കുഴി പോലെ സെപ്പറേറ്റ് ഉണ്ടാക്കി അതിനകത്ത് പൂഴിമണ്ണോ അല്ലെങ്കിൽ ഈ തവിട് പോലുള്ള സാധനങ്ങളോ നിറച്ച്, അത് വീണാലൊന്നും അപകടം പറ്റാത്ത രീതിയിൽ സ്പേസ് കൂടെ കളരിയുടെ ഭാഗമായിട്ട് അവരുണ്ടാക്കും. അതിനകത്താണ് ഈ മലക്കങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അതുകൂടാതെ വാൾവലി ഒക്കെ ഈ പറഞ്ഞ പോലൊരു അഭ്യാസ കാഴ്ചയാണ്. ശരീരത്തിൽ കൂടെ മൂർച്ചയുള്ള വാള് പ്രത്യേക ആംഗിളിൽ കൂടെ നമ്മൾ മൂവ് ചെയ്ത് കാണിക്കുക, വാൾവലി. അതുപോലെ പന്തം കറക്കുന്നത്, അത് തെക്കൻ രീതിയാണെന്നാണ് പൊതുവെ ഉള്ള വിശ്വാസം. തെക്കൻ കളരി സമ്പ്രദായമാണ്. നല്ല വടക്കൻ കളരിയിൽ ഈ പറഞ്ഞ കളരി സമ്പ്രദായത്തിൽ ഈ വട്ടത്തിലുള്ള വളയം കറക്കലും അല്ലെങ്കിൽ തീപ്പന്തം കറക്കലും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുമുണ്ട്. അപ്പോൾ ചാട്ടങ്ങൾ, മലക്കങ്ങൾ, ഈ പറഞ്ഞ തീപ്പന്തം കറക്കൊക്കെ വേറൊരു രീതിയായിട്ടാണ്. അപ്പോൾ CBN അതേപടി അത് പാലിക്കുന്നില്ല. നമ്മൾ മലക്കങ്ങളുടെയൊക്കെ ഇമ്പോർട്ടൻസ് CBN കളരി സമ്പ്രദായത്തിൽ കുറവാണ്. പക്ഷെ എന്നാലും അതിൻ്റെ അകത്തുള്ള ചാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയിരിക്കുന്ന, ഗുരുക്കളുമായിട്ട് സംസാരിച്ചപ്പോഴും ഒക്കെ തോന്നിയിരിക്കുന്നത്, CB നാരായണൻ ഗുരുക്കൾ പല സമ്പ്രദായവും പഠിച്ചിട്ടുണ്ട്. അതുപോലെ കണാരൻ ഗുരുക്കൾ പല സമ്പ്രദായങ്ങളും പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെതായ ഒരു കാഴ്ചപ്പാടിൽ CB നാരായണൻ ഗുരുക്കളെ അഭ്യസിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. അത് പിൽക്കാലത്ത് അദ്ദേഹം, എനിക്കൊന്ന് CB നാരായണൻ ഗുരുക്കളും ഒരു കുഞ്ഞുദേവൻ ഗുരുക്കൾ എന്ന് പറഞ്ഞ വേറൊരു ഗുരുക്കളിലൊക്കെ പഠിച്ചിട്ടുണ്ടെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പഠിച്ച പുതിയ കാര്യങ്ങളും കൂടെ ചേർത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കളരി സ്ഥാപിച്ച സമയത്ത് ആ ഒരു രീതിയിൽ അതിനെ അഭ്യസിപ്പിച്ച്, അന്ന് ഞാൻ ഈ പറഞ്ഞില്ല അതൊരു പ്രദർശന കലയല്ല, അപ്പോൾ പ്രദർശന കല ആക്കാൻ വേണ്ടി വന്ന സാഹചര്യത്തിൽ അതിനകത്തൊരു മാറ്റം വരുത്തിയിട്ടുണ്ടാകും. അത് നമ്മളിപ്പോൾ തുടർന്നു കൊണ്ടുപോകുന്നു. അതിനകത്ത് വലിയൊരു മാറ്റം വരുത്തേണ്ട ആവശ്യകത ഇന്ന് വരെ നമുക്ക് തോന്നിയിട്ടില്ല. അതൊരു എല്ലാം ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സയൻസ് അല്ലെങ്കിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു പരിശീലന പദ്ധതിയായിട്ട് ഇന്ന് നിലനിൽക്കുന്നു. അതുകൊണ്ട് CBN ഒരു ശൈലിയുണ്ട്. CBN ഒരു ശൈലിയായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. സ്കൂൾ ഓഫ് തോട്ട് പോലെ അതിനൊരു ഇൻഡിവിജ്വലായിട്ടൊരു ഭംഗിയും കാഴ്ചയ്ക്ക് ഭംഗിയും ശരീര സ്വാധീനത്തിൻ്റെ ഒരു പ്രത്യേകതയും പഠിപ്പിക്കുന്ന ഒരു ശൈലിയുമുണ്ട്. CBN കളരിയുടെ ചരിത്രവും തലശ്ശേരിയിൽ ഉടലെടുത്ത CBN കളരി എന്ന മഹാപ്രസ്ഥാനം എങ്ങനെ തിരുവനന്തപുരത്തെത്തി എന്നതിനെക്കുറിച്ച്, മാധവമഠം CBN കളരി എന്ന പ്രസ്ഥാനത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. അടുത്ത എപ്പിസോഡിൽ കളരിപ്പയറ്റിൻ്റെ മറ്റൊരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം.